അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചിക്കന് കുക്കറിൽ ഇട്ട് കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് അത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ല വേവിച്ചെടുക്കണം. അതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ലീവ്സും കുരുമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഗരം മസാലയും ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടി ഒരു ബാറ്റർ നമ്മൾ തയ്യാറായി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മുട്ട, മൈദപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പുമാണ്. എന്നിട്ട് അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആ ഇത് നമ്മളൊരു ഇങ്ങനെ ഒരു കോലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ആക്കണം. ഈ റെസിപ്പി എൻ്റെ ഉമ്മാൻ്റെ ഒരു ഫ്രണ്ടാണ് ഉമ്മക്ക് കാണിച്ചു കൊടുത്തത്. ലുബൻ ആൻറ്റി ആണ് ആൻറ്റീൻ്റെ പേര്. അപ്പോൾ ഈ ആൻറ്റിയാണ് ഞങ്ങൾക്കിത് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഒരു ദോശ പോലുണ്ട് ഇത് കാണാൻ. എന്നിട്ട് ഇത് ഓരോ ആയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് അപ്പം തന്നെ നമ്മൾ ഇത് ആയ സമയത്ത് തന്നെ നമ്മൾ മസാല ഉള്ളി വെച്ചെടുത്തിട്ട് റോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഇത് മസാല ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. എന്നിട്ട് കുറച്ച് മൊസറല്ല ചീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത ശേഷം ഒരു മുട്ട എടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് പാൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയെടുക്കണം. ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ പൊരിക്കുക. നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് പൊരിക്കുക. ഇതുപോലെ എല്ലാം പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായുള്ള ചിക്കൻ റോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത് നമ്മളുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കട്ട്ലേറ്റ് ഉമ്മ ഓൾറെഡി അതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിരിക്കണ്. അപ്പോൾ മസാല ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് നമ്മൾ ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം റെഡി ആവാനായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നോമ്പുത്തോറൻ്റെ വിഭവങ്ങൾ ഈ കട്ട്ലേറ്റും പിന്നെ ചിക്കൻ റോളാണ്. അപ്പോൾ ഈ കട്ട്ലേറ്റും ചിക്കൻ റോളും നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിലിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുമ്പ് ഈ വീഡിയോ ഫുള്ള് കണ്ടു തീർത്തിട്ട് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് അർബാബിൻ്റെ അവിടെ നിന്ന് ഫുഡ് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇവരെല്ലാ ദിവസവും നല്ല അടിപൊളി ഫുഡ് തരും. അപ്പോൾ അവരുടെ എന്തൊക്കെ ഡിഷാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം.